വൈകുന്നേരം 7:30 ആയപ്പോഴത്തേക്കിനും ഓടിപ്പോവാണ്. എങ്ങോട്ടാണെന്നാന്നോ? സബ്ജി വാങ്ങാൻ കേട്ടോ. കാരണം എൻ്റെ സബ്ജിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നേ. ഇവർക്ക് സ്കൂളിലാണേലേ നമ്മൾ സബ്ജിയൊക്കെ കൊടുത്തു വിടണം, പിന്നെ നമുക്കും അത്യാവശ്യമാണല്ലോ. അങ്ങനെ പോയി സബ്ജി വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. കാരണം സൺഡേയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. ഇതുവരെ അങ്ങനെ സൺഡേ പോയിട്ടില്ല കേട്ടോ. അതോ ചെന്നപ്പോഴോ പിന്നെ ഹോളിയുടെ തിരക്ക്. ഹോളിയുടെ കളറ് വിൽപ്പനയും പിന്നെ നമ്മുടെ ഈ പിച്കാരിയില്ലേ അതിൻ്റെ വിൽപ്പനയെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് സബ്ജിയൊക്കെ കുറവായിരുന്നു. എങ്കിൽ തന്നെയും എല്ലാം ഒന്ന് നോക്കി എടുത്തു കേട്ടോ. കുറേയൊക്കെ എടുത്തിട്ടുണ്ടേ. പിച്കാരി തപ്പാൻ പോയായിരുന്നു. ഡെന്നപ്പനാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എക്സാം ആയതുകൊണ്ട് ഇപ്പം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എക്സാമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഇതാണെങ്കിലേ നമ്മുടെ കടുകിൻ്റെ ഇലയാണ് കേട്ടോ. അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കാച്ചിൽ, അത് എവിടെ നിന്ന് വരുന്നതാണെന്നൊന്നും അറിയത്തില്ല, അതും വാങ്ങിച്ചില്ല. കൂമ്പ് കണ്ടപ്പം പിന്നെ ഒരു കൂമ്പ് വാങ്ങിച്ചു. 100 രൂപയായിരുന്നു ഒരു കൂമ്പിന് കേട്ടോ. പിന്നെ അവർ പറഞ്ഞു ഇവിടെ കറുത്ത ക്യാരറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ എടുത്തൊക്കെ നോക്കി, പക്ഷേ അതും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കുറേ സബ്ജി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച്, പിന്നെ എന്നാൽ മഷ്റൂമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് മഷ്റൂം വാങ്ങിച്ചു. അവിടെ വന്നപ്പം നമ്മുടെ വീണ്ടും ഇടിച്ചക്ക കണ്ടു. ഇടിച്ചക്ക പക്ഷേ ഞാനാണെങ്കിൽ ഇപ്രാവശ്യം വാങ്ങിച്ചില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടിച്ചക്കയുടെ വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടിച്ചക്ക വേണ്ടാന്ന് വെച്ചു. നമ്മുടെ ക്യാമറാമാൻ കൂടെ ഉണ്ട് കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കേട്ടോ. ക്യാമറാമാനോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ക്യാമറാമാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ നോക്കാൻ വേണ്ടി വന്നു. ഫ്രൂട്ട്സിനാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആപ്പിളും ഓറഞ്ചും കിവിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതൊക്കെ വാങ്ങിച്ചു. ഫ്രൂട്ട്സിൻ്റെ ടിഫിനും ഉണ്ട്, ഇവർക്ക് സ്കൂളിൽ കൊടുത്തു വിടണേ. അപ്പോൾ അതും, പിന്നെ അതുമല്ല ഇവർക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എല്ലാം ഒരുവിധം തന്നെ എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സും വാങ്ങിച്ചു. കിവിക്കാണെങ്കിൽ 4 എണ്ണത്തിന് 100 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ഷോപ്പിലോട്ട് പോയി ചിക്കനും വാങ്ങിച്ച് ഞങ്ങളാണെങ്കിൽ നേരെ വീട്ടിലോട്ട് പോരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഡിന്നർ കൊടുത്ത് പിള്ളേരെ സെറ്റ് ചെയ്യണമായിരുന്നു. കാരണം രാവിലെ 2 പേർക്കും സ്കൂളിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അവരെ പെട്ടെന്ന് ഡിന്നറും കൊടുത്ത് ഞങ്ങളും പെട്ടെന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളിലാക്കി വെച്ചത്. അപ്പോഴത്തേന് ഞാൻ ടയേർഡായി, കാരണം 10 മണിയായിരുന്നേ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്യണമല്ലോ. വെജിറ്റബിൾസ് കുറേയൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചു. കാരണം അത് പ്ലാസ്റ്റിക് കവറിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി സെറ്റ് ചെയ്ത് വെക്കണം. അത് പിന്നെ നാളെ കുറേശ്ശെയായിട്ട് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ.